സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ ക്രേസി. നമ്മൾ FC25 വീഡിയോ ആണ് പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മോഡാണ് ചെയ്യാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഹോം ഔട്ട് ടീമാണ്. ഇപ്പോൾ നമ്മളെന്തും ഫുൾ റീബിൽഡ് ചെയ്യാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടഫ് സിറ്റുവേഷനിലാണ് പോകുന്നത്. കൺസിക്യൂട്ടീവ് ലോസസ് ഫേസ് ചെയ്യുന്ന ബെഡ്ഫോർഡ് ഇപ്പം 3-1 തോറ്റി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസൺ 6 മാച്ചിൽ 7 പോയിന്റ് മാത്രമേ ഉള്ളൂ. 14ാം സ്ഥാനത്താണുള്ളത്. മാനേജർ റോബർട്ടിന് 31 മാച്ചിൽ 9 വിന്നും 17 ലോസാണുള്ളത്. ഈ പ്ലെയറും ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ ഫുൾ ഫോം ഔട്ടാണ്. ഇപ്പോൾ 2 പെനാൾട്ടി മിസ്സാക്കി. ഇമ്പോർട്ടൻറ്റ് മാച്ച് പെനാൾട്ടിയിൽ മിസ്സാക്കുന്നുണ്ട് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ്. അപ്പോൾ നമ്മളിന്ന് ടേൺ ഓവർ ചെയ്യാൻ പോകുന്നതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പോൾ ഇതാണ് എപ്പിസോഡ് 1 ആണ്. നമുക്ക് ടേൺ ഓവർ ചെയ്യാം. പുതിയ മാനേജറിനെ വെച്ചിട്ടാണ് ടേൺ ഓവർ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പുതിയ മാനേജറിനെ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ കുറച്ച് തടി മണ്ണുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാം. ഇവരെ മേടിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വലിയ സമയമൊന്നും പോക്കുന്നില്ല. സെറ്റാക്കുന്നതാണ് മുഖമല്ലോ. സമയം പോക്കാണ്ട് നമുക്ക് മുഖം സെറ്റാക്കാം. സോ നമ്മൾ ഇന്ത്യൻ മാനേജറിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണുള്ളൊരു മാനേജർ ഫേസ് കിട്ടിയേക്ക്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒന്ന് നമുക്ക് ഹെയർ മാറ്റാം. ഇതൊരു ചെറുപ്പക്കാരനെ പോലെ ഉണ്ട്. നമുക്കൊരു എബോ 30-35 ഏജിലെ ലുക്ക് വേണോ, എന്നാലും പ്ലേയേഴ്സെല്ലാം റെസ്പെക്ട് ചെയ്യൂ. ഈ ഹെയർ എടുത്ത് നമുക്ക് ഔട്ട്ഫിറ്റ് മാറ്റാം. ഇതാണ് നമ്മളിപ്പോൾ മാനേജറിൻ്റെ ഫേസുള്ള. നമുക്ക് ഔട്ട്ഫിറ്റ് മാറ്റാം. യുണൈറ്റഡിനെ പോലത്തെ ടീമിനെ വലിയ ഫോട്ടോ സൂട്ടിലെടുത്താണ് പ്ലെയർ ലുക്ക്. ഇതാണ് നമ്മുടെ മാനേജറിനെ ലുക്കാക്കി കൊണ്ടുവന്നൊക്കെ. നമുക്കൊരു പേര് കൊടുക്കണോ. ദുബായ് ജോസാണ് കൊടുക്കുന്നത്. ദുബായ് ജോസ് ഒരു ഫണ്ണായിട്ടുള്ള പേരാണ്. ആയി കിട്ടിയ ദുബായ് ജോസാണ്. അപ്പോൾ ദുബായ് ജോസ് കൊടുക്കാം. ദുബായ് ജോസ് കൊടുത്തു. നമുക്ക് കൺട്രി ഇന്ത്യ കൊടുക്കാം. ഈ ടീമിൽ ദുബായ് ഇല്ലയെന്ന് പറഞ്ഞു. നമുക്ക് ഇന്ത്യ കൊടുക്കാം. ഇതാണ് നമ്മൾ പേര് ദുബായ് ജോസാണ്. ഫസ്റ്റ് നെയിം ദുബായ്, സെക്കൻഡ് നെയിം ജോസാണ്. ദുബായ് ജോസാണ് പ്ലേയേഴ്സിനെ വിളിക്കുക. നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഒരു ക്ലബിനെ എടുക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്തേക്ക് ബോർഡ് എക്സ്പെക്ടേഷൻ ഡൊമസ്റ്റിക് സക്സസ് ഹൈ ആണ്. കോണ്ടിനെന്റൽ സക്സസ് ഹൈ. ബ്രാൻഡ് എക്സ്പോർട്സ് ക്രിട്ടിക്കൽ. ഫിനാൻഷ്യൽ ലോ. യൂത്ത് ഡെവലപ്മെൻറ്റ് ക്രിട്ടിക്കൽ. നമ്മളെ ഫുൾ ടഫ് ചാലഞ്ചാണ്. ഡൊമസ്റ്റിക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു UCL പൊസിഷനിലെല്ലാം എന്തായാലും കയറണമെന്ന് തോന്നുന്നു. ഇത് ഗെയിം സെറ്റിങ്സ് ആണ്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ട് വർപ്പിക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ന്യൂ ബിഗിനിങ്സ്. A warm welcome to you all. Without further delay, we are pleased to introduce your new manager. സോ ഇത് നമ്മളെ മാനേജർ ദുബായ് ജോസിൻ്റെ എത്തിയിരുന്നു. യുണൈറ്റഡ് ടേൺ ഓവർ ചെയ്യാൻ ദുബായ് ജോസ് വന്നിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. നമ്മളിതാ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഷോർട്ട് ടേം ആണ്. അത് 3 പ്ലേയേഴ്സിന് വാങ്ങണം. യങ്സ്റ്റർ 20 വയസ്സിൻ്റെ താഴത്തുള്ള യങ്സ്റ്റേഴ്സിന് വാങ്ങണം. പൊട്ടൻഷ്യലുള്ള യങ്സ്റ്റേഴ്സിന്. പിന്നെ ആവറേജ് ഓവറോൾ റേറ്റിംഗും വേണം. പിന്നെ കറൻ്റ്ലി നമ്മളെ ടീമിലുള്ള ആവറേജ് പ്ലേയേഴ്സിനെ കാട്ടി ഓവറോൾ വേണം. പൊട്ടൻഷ്യലും വേണം പറയാൻ കാട്ടി. പിന്നെ നമ്മൾ 3 ക്രിട്ടിക്കൽ പ്ലെയർ വാങ്ങണം. എൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കണം. നമ്മൾ 3 പ്ലെയറിനെ വാങ്ങണം. പ്രോഫിറ്റ് ഉണ്ടാക്കണം. നമുക്ക് സെയിലും ചെയ്യേണ്ടി വരും. പ്ലെയേഴ്സിന് വാങ്ങി നമ്മൾ പ്രോഫിറ്റ് ആക്കണം. ഇല്ല, ക്രൂഷ്യൽ പ്ലെയറിനെ വാങ്ങണം. 3 പ്ലെയറിന് ഈ സീസൺ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 2 ആളെ വാങ്ങാം ക്രിട്ടിക്കൽ പ്ലെയറിന്. നമുക്ക് ഒരാളെ നമുക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വാങ്ങാം. ഫസ്റ്റ് അതാണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉള്ളത്. ഇപ്പോൾ ലോങ് ടേം ഉള്ളത് ഇപ്പോൾ നമ്മൾ 2 സീസൺ കൊണ്ട് 4 യൂത്ത് പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ട് സീനിയർ ടീമിലിടണം. അവരെ കൊണ്ട് 20 മാച്ച് കളിക്കാനാണ് പറയുന്നത്. കൊണ്ട് പിന്നെ നമ്മളെ ഡൊമസ്റ്റിക് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ UCL പൊസിഷനിൽ ഫിനിഷ് ചെയ്യണം. പ്രീമിയർ ലീഗിൽ നമ്മളെ മെയിൻ ലക്ഷ്യം UCL UCL പ്രീമിയർ ലീഗ് പഠിക്കണം ഈ സീസൺ ആയിട്ടുണ്ട്. ഓരോ കേസ് മാറ്റണം. നമ്മൾ അതിനാണ് നമ്മൾ ടേൺ ഓവർ ചെയ്ത് വന്നത്. എന്തായാലും നമ്മൾ പ്രീമിയർ ലീഗ് അടിക്കാൻ നോക്കും. UCL മെയിൻ സംഭവം ചെന്നാലും ഒരു 50% പ്രീമിയർ ലീഗിലേക്ക് നോക്കുന്നുണ്ട്. FA കപ്പ് പിന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. വലിയ ടീമുള്ളത് നമുക്ക് FA കപ്പ് അടിക്കാൻ നോക്കാം. ടീം നോക്കാം. സ്ക്വാഡ് ടീം മാനേജ്മെൻറ്റ് ഇതാണ് നമ്മളിപ്പോഴത്തെ ടീം. ഞാൻ ഇപ്പം മോഡാക്കിയതാണ്. പുതിയ ടീം ഇപ്പോഴുള്ള ടീമിനെ മോഡാക്കിയിട്ടാക്കിയതാണ്. FC25 മറ്റേ പണ്ടത്തെ ടീമിനാണുള്ളത്. നമ്മൾ മോഡാക്കിയിട്ടാണ് പുതിയ ടീമാക്കിയത്. ഇതാണ് ടീം. സെസ്കോ സ്ട്രൈക്കറിലുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഇവരിലാണ് ടീമിലുള്ളത്. അഗ്വേറോ ഡിലൈറ്റും ഉണ്ട്. ഇതാണ് നമ്മളിപ്പോഴത്തെ ടീം. നമുക്കിതെല്ലാം മാറ്റണോ. ഫസ്റ്റ് ഫോർമേഷൻ മാറ്റണോ. ഈ ഫോർമേഷൻ വെച്ച് എന്തായാലും കളിക്കാൻ കഴിയില്ല. നമുക്ക് ഫോർമേഷൻ മാറ്റിയിട്ട് ഓരോ പൊസിഷനിലും ആൾക്കാരൊക്കെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഫോർമേഷൻ
ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മൾ ഫോർമേഷൻ വെച്ചത്. നമുക്ക് ഈ പ്ലേയേഴ്സും മറ്റേ പൊസിഷനിലേക്ക് നിൽക്കാം. സോ നമ്മുടെ ടീമെല്ലാം സെറ്റാണ്. ബാക്കിലാണ് ആൾക്കാരില്ലാത്തത്. ബാക്ക് ഡിഫെൻസീവാണ് പോക്ക്. ഒരു എൽബിന് എന്തായാലും വാങ്ങണം, ഒരു ഗോളിന് വാങ്ങണം. അത് രണ്ടാണ് നമ്മളിപ്പോൾ മെയിൻ ക്രിട്ടിക്കൽ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവില്ല. 2 ക്രിട്ടിക്കൽ പ്ലെയറിനെ നമുക്ക് വേണം. ഒരു എൽബി ഒരു ഗോളിയും വാങ്ങണം. അപ്പോൾ നമ്മളെ 2 പ്ലെയറിനാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പം നമുക്ക് 2-3 കളി കളിച്ചു നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെ കളിക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് സൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഗോളിനെയും ഒരു എൽബിനെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കളിച്ചു നോക്കാം. എന്നിട്ട് ആരെല്ലാം കളിക്കാത്ത ഓരെല്ലാം പോക്കാം നമുക്ക്. അങ്ങനെയല്ല, എല്ലാവരും പോക്കൊന്നുമില്ല. നോക്കാം നമുക്ക് ആരെ കളിക്കാത്തത്. അതിൽ ആരെ നമ്മൾ ഡിഫൻസ് പൊട്ടുന്നുണ്ടോ അറ്റാക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇനി സൈൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഒരു ഗോളിനെ നിർബന്ധമാണ്. ഒരു ഗോളി ഒരു എൽബിനെ എന്തായാലും വാങ്ങും. എന്നിട്ട് നമുക്ക് നോക്കാം ടീം ഇങ്ങനെ കളിക്കുന്നത്. സോ നമ്മൾ കറൻ്റ് ബഡ്ജറ്റ് ഉള്ളത് 147 മില്യൺ യൂറോ ആണ് ബഡ്ജറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഗോളിനെയും ഒരു എൽബിനെ എന്തായാലും വാങ്ങണം. ബാക്കി ബഡ്ജറ്റ് നമുക്ക് സേവ് ചെയ്യാം. സോ നമ്മളെ സ്കൗട്ടെല്ലാം ഓരോ സ്ഥലത്ത് അയച്ചേക്ക്. നമുക്ക് അക്കാഡമി പോയിട്ട് യൂത്ത് സ്കൗട്ട് ആക്കാം. യൂത്തിലുള്ള പ്ലേയേഴ്സിനെ നമുക്ക് സെറ്റാക്കാം. യൂറോപ്പിൽ ബ്രസീലേക്കാം. യൂറോപ്പ് സൗത്ത് അമേരിക്കയിൽ ബ്രസീലേക്കാം. 6 months ആയി. ഇപ്പോൾ നെയ്മറിനെ പോലത്തെ ഒരു പ്ലേയേഴ്സിന് വേണ്ട ടാലൻറ്റഡായി. നെയ്മർ റൊണാൾഡിനോ എല്ലാം പോയി. പിന്നെ ഒരു റൈറ്റ് വിങ് പ്ലേ മേക്കറും വിങ്ങർ. നമുക്ക് സ്കോഡ് ഹബ് നോക്കാം. സ്കോഡ് ഹബിൽ ഇതാണ് നമ്മളെ സ്കോഡ് ഹബിൽ നമ്മൾ ഓനാനെ ലോണിന് കൊടുത്തേക്ക്. നമ്മൾ ഗോൾ കീപ്പറാണ് നിർബന്ധമായിട്ട് വാങ്ങേണ്ടത്. കുറേ ഹെട്ടനാണുള്ളത്. ഹെട്ടന് 39 വയസ്സായി. അപ്പോൾ നമുക്ക് ഇവനെന്തായാലും വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവനെന്തായാലും റിട്ടയർഡ് ആവും. 67 ഓവറോളം ആളൂ. അപ്പോൾ ഇവനെന്തായാലും സെക്കൻഡ് ഗോൾ കീപ്പറായി വെക്കാൻ കഴിയില്ല. നമുക്ക് ഇവനെ സെക്കൻഡ് ഗോൾ കീപ്പറാക്കി വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഗോൾ കീപ്പറിനെ കിട്ടണം. എന്തായാലും ഒരു ഗോൾ കീപ്പറിനെ വേണം. ഇവനും ഉണ്ട്, ലാമൻസ് ഉണ്ട്. ലാമൻസിനെ നമുക്ക് സെക്കൻഡ് ഗോൾ കീപ്പർ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഒരു മെയിൻ ഗോൾ കീപ്പർ വേണം. ഇപ്പോൾ ലാമൻസിന് 22 വയസ്സുള്ളൂ. 76 ഓവറോളും ഉണ്ട്. ലാമൻസിനെ സെക്കൻഡ് ഗോൾ കീപ്പർ ആക്കാം. ഇവനെയാണ് നമുക്ക് സെല്ല് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കണോ, നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ ഏതെങ്കിലും ഗോൾ ഇഞ്ചുറി ആയിട്ട് അയക്കണമെങ്കിലും ഓൻ അടുത്ത് നിന്നോട്ടെ. ഇവർ രണ്ടാളെ അടുത്ത് നിന്നോട്ടെ. നമുക്ക് ഒരു ഗോൾ കീപ്പറിനെ കൂടി വാങ്ങാം, മെയിൻ ഗോൾ കീപ്പർ. സോ നമുക്ക് കുറേ എൽബി ഉണ്ട്, മലാസിയ ഉണ്ട്, ഷോ ഉണ്ട്. നമുക്ക് ഇതിൽ 2 ആളെ പോക്കേണ്ടി വരും എന്തായാലും. യങ്സ്റ്റേഴ്സ് ഉണ്ട്, യങ്സ്റ്റേഴ്സിനെ അവിടെ നിന്നോട്ടെ. ഒരു മലാസിയ, ഷോ ഉണ്ട്, പിന്നെ ഡോർഗു ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഡോർഗു അവിടെ നിന്നോട്ട്. ഡോർഗു യങ്സ്റ്ററാണ്. ഡോർഗുവിന് എന്തായാലും ആവശ്യമുണ്ട്. അപ്പം മലാസിയ ഉണ്ട്, ഷോ ഉണ്ട്, ലുക്ക് ഷോ. നമുക്ക് ഇതിൽ ആരും ഒരാളെ പോക്കേണ്ടി വരും എന്തായാലും. ഇത് നല്ല എൽബിനെ വാങ്ങണം. സോ നമ്മൾ ഷോനാണ് ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇട്ടത്. ഷോ ഒരു 89 ഏജുമായി, 79 ഓവർ റോളുള്ളൂ. നമുക്ക് ഷോനെ വാങ്ങിയിട്ട് ഒരു നല്ലൊരു അറ്റാക്കിങ് എൽബിനെ വാങ്ങാം. അപ്പം നമുക്ക് ലൂക്ക് ഷോനെ ട്രാൻസ്ഫർ ലിസ്റ്റിലിടാം അല്ലേ. ലൂക്ക് ഷോ ട്രാൻസ്ഫർ ലിസ്റ്റിലിടാം. നല്ലൊരു പണ്ടത്തെ പ്ലെയറാണ്. എന്നാലും നമുക്ക് ലൂക്ക് ഷോനെ നോക്കിയിട്ട് നല്ല എൽബിനെ കൊണ്ടുവരാം. ഷോ യുണൈറ്റഡ് വിട്ടാൽ എന്തായാലും കുറേ ആൾ നന്നായിക്കോളൂ. കുറേ ആൾ ഫോമാണ്. യുണൈറ്റഡ് വിട്ടാൽ ഫോം ആവില്ലാറും. അപ്പോൾ ഓന് ഫോം ആയിക്കുന്നോട്ട് എന്തായാലും എനിക്ക് കുറച്ച് കൊല്ലം കൂടി കളിക്കാൻ പറ്റൂ. ഓന് അവിടെ നിന്നിട്ട് ഫോമായിട്ട് ഓരോ ടീമിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം. എൽബിയിൽ ഒരാൾ പോട്ട് ബാക്കി എല്ലാവരും ആളെ നോട്ടെ. എൽബി ലൂക്ക് ഷോനെ പോയിട്ട് കുറച്ച് പൈസ ആക്കിയിട്ട് കുറച്ച് നല്ല പ്ലെയേഴ്സിനെ നോക്കാം. അപ്പോൾ നമ്മളെ സി ബി എത്ര ആളുണ്ട്? സി ബി ആണല്ലോ ടീമിൽ. എത്ര സി ബി ഒന്നും ആവശ്യമില്ല. 6 CB ഉണ്ട്. ബാക്കി എല്ലാവരും ലോണിന് വരാം. അപ്പോൾ നമുക്ക് ഇതിൽ സി ബിയിൽ ഇവനെ ലോണിന് വെക്കാം. 18 വയസ്സാളും ഇവന് ഇമ്പ്രൂവ്മെൻറ്റ് വരട്ടെ. 4 CB വെക്കാം. ഇവന് ലോണ് വെട്ടാം. ഇവൻ്റെ ലോണിന് അയക്കേണ്ട 20 വയസ്സായി. ഇവൻ ട്രാൻസ്ഫർ ലിസ്റ്റ് ഇടാം. അവനെന്തായാലും ട്രാൻസ്ഫർ ലിസ്റ്റ് ഇടാം. 64 ഓവറാൾ 20 വയസ്സായിക്കുള്ളൂ. ഇവന് വേറെ ടീം പോയിട്ട് ഓന് പൊട്ടൻഷ്യൽ അയച്ചിട്ട് നമുക്ക് പിന്നെയും വാങ്ങാം. അവന് നമ്മൾ യൂറോ ഉണ്ട്. യൂറോ നല്ല പ്ലെയറാണ്. 19 വയസ്സായിക്കുള്ളൂ. 78 ഓവറോൾ ഉണ്ട്. അപ്പോൾ ഇവനെന്തായാലും നമ്മൾ മെയിൻ പ്ലെയറാണ് നമ്മളെ സി ബിയിലുള്ള. മഗ്വേറും ഡിലൈറ്റ് മാർട്ടിനസും യൂറോ എന്ന് തോന്നോട്ടെ സി ബിയിൽ. ബാക്കിയുള്ളവർ നമുക്ക് ഓരോ സ്ഥലത്ത് അയക്കാം.
CB അടുത്ത റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്ക് 2 ആളേ ഉള്ളൂ. ഡയലോട്ടും ഉണ്ട്, മസറായി ഉണ്ട്. അപ്പം നമുക്ക് ഒരു ആർബിനെ എന്തായാലും ആവശ്യമുണ്ട് കേട്ടോ. ഒരു ആർബിനെ എന്തായാലും വാങ്ങണം, ഒരാളെ കൂടി വാങ്ങണം, ഒരു ബിഗ് പ്ലെയറിനെ വാങ്ങണം. അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ വാങ്ങുന്നില്ല, അടുത്ത എപ്പിസോഡ് വാങ്ങാം. നിങ്ങളെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. നിങ്ങളെല്ലാവരും കമൻസ് ചെയ്യും, നല്ലൊരു RB ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യും, നമുക്ക് അതിൽ നോക്കി നല്ല RB നോക്കി വാങ്ങാം. നമ്മളിപ്പോൾ RB നോക്കുന്നില്ല, ഈ എപ്പിസോഡ് നോക്കുന്നില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വാങ്ങാം. നമ്മളിപ്പോൾ ഒരു എൽബിനെയും ഒരു എൽബിനെയും ഒരു ഗോളിനെയാണ് നോക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പ്ലെയറിനെ വാങ്ങാം. ടീമിൽ എന്തെങ്കിലും അപ്ഡേഷൻ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആക്കേണ്ടതെല്ലാം കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യേണ്ട പോരായ്മകളെല്ലാം കമൻറ്റ് ചെയ്യും, നമുക്ക് ഇമ്പ്രൂവ് ആക്കാനും. ഇത് ഫസ്റ്റ് വോയിസ് ഓവർ ആയതുകൊണ്ടാണ് കുറച്ച് മിസ്റ്റേക്ക് എല്ലാം വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ കുറച്ച് മിസ്റ്റേക്കെല്ലാം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാറ്റാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും. നമ്മൾ RBനെ വാങ്ങുന്നില്ല, RB നിങ്ങളുടെ കൈമിൽ വിട്ടേക്ക്. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും, നല്ല RB ആയിട്ടുണ്ട് ആ കമൻറ്റ് ചെയ്യും. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് RB ആണ്, നല്ല പൊട്ടൻഷ്യൽ നമ്മൾ യുണൈറ്റഡിൽ കളിക്കാൻ പറ്റിയ ഒരു RBനെ കമൻറ്റ് ചെയ്യും. റിയലിസ്റ്റിക് പ്ലേയേഴ്സിനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത CDM നോക്കാം. CDMൽ കാസിമിറോ ഉണ്ട്, ഉഗാർട്ട് ഇല്ല. നമ്മളെ മേന്യു ഉണ്ട് CMൽ, ബാക്കി ആരുമില്ല CMൽ. ഇപ്പോൾ ഒരാളെ ആവശ്യമില്ല CMലല്ല, CDMൽ ആ പ്ലേയേഴ്സെല്ലാം സെറ്റാണ്. സോ നമുക്ക് മേന്യു ഉണ്ട്, മൂന്നാളുണ്ട്. നമുക്ക് 3 ആളെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കാം, നമുക്ക് കളിക്കുന്നില്ല നമുക്ക് പുതിയ പ്ലേയേഴ്സിനെ വാങ്ങാം. അല്ല യൂത്തൊന്ന് പ്ലേയേഴ്സിലുണ്ട്, യൂത്തിൽ നിന്ന് നമുക്ക് ഒരു പ്ലെയറിനെ എടുക്കാം. ക്യാമ്പ് പോസ്റ്റിലാണ് നോക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് നമ്മളെ മെയിൻ ക്യാപ്റ്റൻ. 30 വയസ്സായി, എന്നാലും നമ്മളെ ക്യാപ്റ്റനാണ്. അപ്പോൾ നമ്മൾ അവനെ ഒന്ന് തൊടാൻ പാടില്ല. അപ്പോൾ അവൻ അടുത്ത നിന്നോട്ട് മെയിൻ പ്ലെയറാണ്. സോ അടുത്ത മൗണ്ടാന്നുള്ളത്. മൗണ്ടിന് ഇപ്പോൾ പൊസിഷനില്ല കളിക്കാൻ പറ്റിയ. മൗണ്ടിനെ വെക്കണമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ മൗണ്ട് നോട്ടെ ബാക്കപ്പ് ആയി നോട്ടെ, ബ്രൂണോൻ്റെ ബാക്കപ്പ് മൗണ്ട് നോട്ടെ. സോ നമ്മളെ സെസ്കോ സെർസിയാണ് നമ്മളെ സ്ട്രൈക്കർ ഉള്ളത്. ബാക്കി എല്ലാവരും ലോണിലാണ്. നമ്മൾ സെസ്കോ സെർസി ഉണ്ട്. പിന്നെ നമുക്ക് എംബൂമിന് സ്ട്രൈക്കർ ഇരിക്കുക. അപ്പം നമ്മൾ സ്ട്രൈക്കർ വേറെ ആളെ നോക്കുന്നില്ല, സ്ട്രൈക്കർ സെറ്റാണ്. അപ്പം നമ്മൾ ഇതിൽ വാങ്ങാൻ പറ്റുന്നത് ഒരു LB ഒരു ഗോൾ കീപ്പറിനെയാണ് വാങ്ങുന്നത്. പിന്നെ നിങ്ങൾ RB നിങ്ങൾക്ക് വിട്ടാണെങ്കിൽ നിങ്ങൾ നല്ല RBന് ഉണ്ടെങ്കിൽ പറ. പിന്നെ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ പറ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗോളിന് എന്തായാലും വാങ്ങണം. നമ്മൾ ഗോളിനെ നോക്കുന്നതാണ്. അപ്പം എൻ്റെ മൈൻഡിൽ ഒരു ഗോൾ കീപ്പർ ഉണ്ട്. നമുക്ക് എമിലിയാനോ മാർട്ടിനസിന് വാങ്ങാം, നല്ല ഗോൾ കീപ്പർ. നമുക്ക് ഈ ഒരു ഗോൾ കീപ്പർ എന്തായാലും വാങ്ങണം. ഇതിൽ നമുക്ക് നല്ല പ്ലേയേഴ്സിനായിട്ട് നോക്കി വാങ്ങാം. 2 ആൾ 86 ഓവറോളാണ്. സോ ഇതിൽ 2 ആൾ ഒരാളെ വാങ്ങണം നമുക്ക്. എമിലിയാനോ മാർട്ടിനസ് നല്ല യൂറോസ് കൊടുക്കണം, 39 മില്യൺ യൂറോ കൊടുക്കണം. ടെർസ്റ്റേജിന് വാങ്ങാം. ടെർസ്റ്റേജിന് ഒരു ഫോമാണെന്നൊരു ആഗ്രഹമുള്ള പ്ലെയറാണ്. ആഗ്രഹമാണ് ടെർസ്റ്റേജ്, പണ്ടത്തെ സീൻ പ്ലെയറായിരുന്നു. നമ്മളെ യുണൈറ്റഡിൽ പറ്റിയൊരു ഗോൾ കീപ്പറാണ് ടെർസ്റ്റേജിനെ വാങ്ങുന്നത്. ടെർസ്റ്റേജിനെ നമ്മൾ വാങ്ങുന്നത് 26 മില്യണാണ് ചോദിക്കുന്നത്. ടെർസ്റ്റേജിനെ കിട്ടുമോ നോക്കുക. ലൂക്ഷോനെ ചോദിക്കുന്നുണ്ട്. ലൂക്ഷോ പ്ലസ് 30 മില്യണാണ്. ലൂക്ഷോ മാർക്കറ്റ് വാല്യൂ 17 മില്യണാണ്. ലൂക്ഷോനെ പ്ലസ് 13 മില്യണാണ് വയ്ക്കുന്നത്. ലൂക്ഷോ പ്ലസ് ഒരു 6 മില്യണാണ് ഉറപ്പിക്കുക. റിലീസ് കോഴ്സ് വയ്ക്കുന്നുണ്ട്. നമുക്ക് 10 മില്യൺ. ലൂക്ഷോ പ്ലസ് 10 മില്യൺ, 11,500 വയ്ക്കുന്നത്. അപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു കൗണ്ടർ ചെയ്തിട്ട് അവർ എണീച്ച് പോകും. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് വെയിറ്റ് ചോദിക്കാം. ക്രൂഷ്യൽ പ്ലെയർ ക്രൂഷ്യൽ കൊടുക്കാം. 2 ഇയർ. ഓക്കെ, 2 ഇയർ തന്നെ ഞാൻ നോക്കുന്നത്. റിലീസ് കോഴ്സ് വേണ്ട. ഇപ്പോൾ വേജ് 120 മില്യൺ, 1,20,000 യൂറോ ആണ് ഇവർ ഇപ്പോൾ വേജ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1,25,000 കൊടുക്കാം. 25 കൊടുക്കുക. 1 മില്യൺ സൈനിങ് ബോണസ്, 1 മില്യൺ യൂറോ സൈനിങ് ബോണസ്. അപ്പോൾ അവർക്ക് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സൈനിങ് ആണ്. ഗോൾ കീപ്പർ സെറ്റായി. ഫസ്റ്റ് സൈനിങ് ഗോൾ കീപ്പർ സെറ്റായി. അപ്പോൾ നമുക്ക് അടുത്ത എൽബിനെയാണ് നോക്കേണ്ടത്. A റേറ്റിംഗ് അല്ല B റേറ്റിംഗ്. സെസ്കോന് യൂറോന് ഓഫർ വന്ന 2 ട്രാൻസ്ഫർ ഇല്ലാത്ത പ്ലേയേഴ്സാണ്.
അപ്പോൾ രണ്ടാളെ ഞാൻ കൊടുക്കുന്നില്ല. നമ്മളെ മെയിൻ പ്ലേയേഴ്സ് രണ്ടാളും കൊടുത്ത പിന്നെ ആരും ഉണ്ടാവില്ല കളിക്കാൻ. സോ നമുക്കിപ്പോൾ 136 മില്യൺ യൂറോ ഉണ്ട്. അപ്പോൾ നമ്മളൊരു എൽബിനാവും. ബാക്കി നമുക്ക് നിങ്ങൾ പറയാൻ നോക്കിയിട്ട് ഒരു പ്ലേയേഴ്സിന് വാങ്ങാം. ബാക്കി നമുക്ക് സേവ് ചെയ്യാം. ജനറേറ്റ് ട്രാൻസ്ഫറിൽ ആവശ്യം വരും. കുറച്ച് പൈസ നമുക്കിപ്പോൾ കോച്ചിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കോച്ച് ടാക്ടിക്സ് മാറ്റാൻ കോച്ചിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കുട്ടിൻ്റെയാണ് കളിക്കുക. അപ്പോൾ നമുക്ക് ബിഗ് പ്ലേ കൊടുക്കാം. നമുക്ക് കോച്ചിന് വേണം. ബിഗ് പ്ലേ പറ്റിയ കോച്ചസ് വാങ്ങിക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇത് വെക്കാം. ഓരോ കോച്ചസിനും ഓരോ സ്ഥലത്ത് വാങ്ങിച്ച് നമുക്ക് ഇത് വെക്കാം. ഇപ്പോൾ തൽക്കാലം എല്ലാവരും +ആയി. രണ്ടാളുണ്ട്. കടികുൾ എന്ന പേര് കടികുൾ ആണ്. ജീന വെലസിൻ്റെ സാധനം ഫ്രെഡീന്ന് എടുക്കാം. നമുക്ക് ഫ്രെഡീനെ വാങ്ങാം. നമുക്ക് മറ്റേ പേര് വായിക്കാൻ കടികുൾ ഫ്രെഡീന്ന് വായിക്കാം. നമുക്ക് ഫ്രെഡീനെ വാങ്ങാം. ഫ്രെഡീന് 30 മില്യൺ യൂറോ ആണ് എന്തായാലും. ഇവർക്ക് എത്ര മില്യൺ വേണോ? ഇവർക്ക് 30. അപ്പം നമുക്ക് ഫ്രെഡീനെ വാങ്ങാം. വേറെ ആരും വാങ്ങാം. 37 മില്യൺ ഓരോ ചോദിക്കും. നമുക്ക് 30 മില്യൺ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം കിട്ടുമോ നോക്കാം. ഒരു നല്ല LB ഫ്രെഡ് നമുക്ക് RB ഓഫ് അക്സെപ്റ്റ് ചെയ്ത് ഇവനെ പോയാൽ പിന്നെ നല്ല പ്ലെയേഴ്സ് ഉണ്ടാവില്ല. ഇവനെന്തായാലും വേണം. അവിടെ കുറച്ച് 32 കൊടുക്കട്ടെ. നല്ല പ്ലെയറല്ലേ. 2 മില്യൺ പോലെ ഇമ്പോർട്ടൻ്റ് ചോദിക്കും. ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് റോള്. ഇമ്പോർട്ടൻ്റ് ഓക്കെ. 3 കൊല്ലം 3 ഇയർ ഓക്കെ ഓരോ സെറ്റ് ചെയ്തിട്ട് അടുത്ത റീസ്കോസ് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട. അവനെ വേജ് കൊടുക്കണം. വേജ് 3 കൊല്ലത്തെ കളിക്കുന്നില്ല. കറണ്ട് വേജ് $86,000. $86,000 യൂറോ. ഒക്കെ ഒരു 90 കൊടുക്കാം. 90 കൊടുക്കാം. 5 ലക്ഷം യൂറോ വേറെ അത് സൈനിങ് ബോണസ്. ഓക്കെ നമ്മുടെ ടീമിൽ അടുത്ത പ്ലെയർ വന്നിക്കും. റെഡ്ഡി കടിഗോൾ റെഡ്ഡി നയിക്കാം. സെക്കൻഡ് പ്ലെയർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൈനിങ് ഒന്നും നടത്തില്ല ഈ എപ്പിസോഡിൽ. നമുക്ക് ബാക്കി സൈനിങ്ങിൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. നിങ്ങളെ കമൻസിൽ നോക്കി നല്ല പ്ലെയറിലുണ്ടെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം. സോ നമ്മളിപ്പോൾ ഒന്ന് സൈനിങ് ചെയ്യുന്നില്ല ആരും. റേറ്റിംഗ് തന്നെ കിട്ടി. സ്പോട്ട് 5 ഷോട്ട് സീനിയർ പ്ലെയർ ആയിരുന്നു. 28 കിട്ടും ബെസ്റ്റ് പോസിബിൾ ഡീൽ. പക്ഷെ നമുക്ക് 32 പോയാലും കുഴപ്പമില്ല. നല്ല പ്ലെയറാണ്. ഓനെ കിച്ച് നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കളി കളിച്ചു കലന്ന അവസ്ഥ നോക്കാം. ടീം വെച്ചിട്ട് നമുക്ക് ഓപ്പണൻ്റ് സ്കോഡ് നോക്കാം. കൗണ്ടർ അറ്റാക്ക് ആണ്. ഫസ്റ്റ് കളിയാണ്. അപ്പോൾ നമുക്ക് എന്താ അവസ്ഥ നോക്കാം. ദുബൈ ജോസഫ് ഫസ്റ്റ് ഇംപ്രഷൻ. Hello, a warm welcome to the western part of Germany. We find ourselves in the city of Leverkusen. സോർക്കാൻ ടച്ച് കിട്ടിയ ഫസ്റ്റ് സെറ്റ് ചെയ്ത് അവർക്ക് സ്പേസ് കൊടുക്കാണെന്ന്. ബ്രോഡ്കാസ്റ്റ് ആണ് ഉള്ളത്. നമുക്ക് ബ്രോഡ്കാസ്റ്റ് മാറ്റാം. ക്യാമറ ആംഗിൾ ഫസ്റ്റ് ഷോട്ട് ക്യാമറ ആംഗിൾ മാറ്റാലോ. നമുക്ക് ബോൾ ടീം ഡിലൈറ്റ് ഫ്രെഡി കുൻഹ കാസമിറോ മൈനോ ഓ മിസ് പാസ്. ഞാൻ ഇവനെ RB ഇപ്പറാള്. കാസമിറോ ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോ കമോൺ. കാസമിറോ ഓടിക്കോ. സെസ്കോ ചാൻസ്. ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഗോൾ അടിച്ച് ഫസ്റ്റ് ഗോൾ സെസ്കോ അടിച്ചിരിക്കുന്നു. ഏതാ കളി? ഫാൻസ് എല്ലാം സെറ്റാ. ഫാൻസ് എല്ലാം ഒച്ചപ്പാടായിരുന്നു. ഫസ്റ്റ് ഗോൾ സെസ്കോന് കൊടുക്ക്. സ്പെക് ഷോട്ട് സെസ്കോ. ഈസി ചാൻസ് പുറത്തടിച്ച് കുൻഹന് കിട്ടി. കുൻഹ കാസമിറോ
Casemiro to Bruno Fernandes. Bruno Fernandes long kick. Oh, block. Casemiro to Freddy. Kunha. Bruno Fernandes. Bruno Fernandes long kick. Oh, just miss. നല്ല ഷോട്ടാണ്. സെസ്കോ ബ്രൂണോ ഫെർണാണ്ടസ് ഓടിക്കോ. ത്രൂ ബോൾ ആടാ മിസ്. പാസ്. കുൻഹ ഷോട്ട്. ഓ സേവ് ചെയ്ത് ഗോൾ കീപ്പർ. ബാക്ക് പൊട്ടല്ല ബാക്ക് മാർട്ടിൻസ് ബാക്കോട് ഡിലൈറ്റ് നോക്കുക. ലോങ് കിക്ക് കൈകൊണ്ട് പിടിച്ച്. കാസമിറോ ടു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ സെസ്കോഡ്. ബ്രൂണോ ഫെർണാണ്ടസ് ലോങ് കിക്ക്. ഓ നല്ല ഷോട്ടാണ്. ഓ ഡിലൈറ്റ് ഹെഡ് ചെയ്ത്. ഓ കിട്ടിയില്ല. ഹാഫ് ടൈം ഫസ്റ്റ് ഹാഫ് ആയി. സബ്ബിക്ക് നമുക്ക് കുറേ പ്ലേയേഴ്സ് ചാൻസ് കൊടുക്കാം. ഓവറിൽ എങ്ങനെ കളിക്കുന്നത് നോക്കാമല്ലോ. നമ്മളിൽ അഹമ്മദിനെ കൊടുക്കാം. അഹമ്മദിനെ നമുക്ക് കുണ്ണുവിനെ പോയിട്ട് അഹമ്മദിനെ കൊടുക്കാം. പിന്നെ കാസമിറിനെ പോയിട്ട് ഉഗാർട്ടനെ കേൾക്കാം. നമുക്ക് യോറോനെ കേൾക്കാം. മാർട്ടിനസിനെ പോയിട്ട് ഇപ്പം നമുക്ക് 3 സബ് ചെയ്ത് സീസൺ മാച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. സബ് ചെയ്യിച്ചാൽ എല്ലാവരും കളി നോക്കാം. അത്ര സബ്ബാണ് കേൾക്കാം. അഹമ്മദ് അഹമ്മദിന് ബ്ലോക്ക്. അഹമ്മദ് സീന് കളി ക്ലോസ്. സെസ്കോ ലോങ് ആയിപ്പോയിടാ. ഹെഡ് ചെയ്തിട്ടുണ്ട്. ഉഗാർട്ടെ ടു ബ്രൂണോ ടു സെസ്കോ ഷോട്ട് ബ്ലോക്ക്. ബാക്ക് കൊടുത്ത് ബ്രൂണോ ഫെർണാണ്ടസ്. ഉഗാർട്ടെ സ്പേസിലിടാ. അവിടെ ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് നല്ല കളിക്കാം നമുക്ക്. ഇവിടെ ഫുൾ ബാക്കാണല്ലേ പറയാം. നമുക്ക് സ്പേസ് ഇല്ല. വിങ് കൊടുക്കാമല്ലോ. അവിടെ മിസ് പാസ് ടു ബ്രൂണോ ഫെർണാണ്ടസ്. മയനുവിന് കൊടുത്തു. മേനു ടു ഫ്രെഡി. സെസ്കോ ടു ബ്രൂണോ ഫെർണാണ്ടസ്. ഗോൾ. വാട്ട് എ ഗോൾ. ബ്രൂണോൻ്റെ ഏതാ സാധനം മോനെ. ബ്രൂണോ ഫോമായി. ബാക്ക് ടു ഫോം. ബ്രൂണോ ഫെർണാണ്ടസ്. എംബോമോ ഡയലോഗ് എടുക്കടാ. ആടാ ചാൻസ് സീന സേവ്. ബാർസ ചാൻസ് ഇട്ടതുകൊണ്ട് യുണൈറ്റഡിൽ അവൻ്റെ പെർഫോമൻസ് കളിക്കും. സേവ് റിയാക്ഷൻ റേറ്റ് 0.3. ഓക്കെ കളി കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് മാച്ച് 2-0 ജയിച്ചു. ഫാൻസെല്ലാം തുള്ളിക്കളിക്കുന്ന ഫസ്റ്റ് മാച്ച് വിൻ ചെയ്ത് തുടക്കം. കമോൺ ഈ ഫോമിൽ തന്നെ പോയാൽ പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് മാച്ചാണ് ജിറോണിൻ്റെ ബ്രോ. അപ്പോൾ ഈ മാച്ച് കൂടെ കളിച്ചാൽ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ഗെയിംസ് കൂടുതൽ കളിക്കാം. ഇത് കുറച്ച് ലോങ് ആയി പോകും. രണ്ട് കളി തന്നെ ലോങ്ങാണ്. നമുക്ക് ഈ കളിയും കൂടി കളിച്ച് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് ഈ എപ്പിസോഡ്. സോ നമ്മൾ വൈറ്റ് ജേഴ്സിയിലാണ് കളിക്കുന്നത്. കമോൺ കിട്ടി എടുക്കണ്ട ബോള് കിട്ടി. എംബോമോ ടു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ ടു ഫ്രെഡി. കുൻഹ കയറിക്കോ. കുൻഹ ടു ഫ്രെഡി ഗോൾ. ഫസ്റ്റ് ഷോട്ടാണ് ഫ്രെഡിന്. പാസ് സെസ്കോ. അടിയടാ സെസ്കോ. അവിടെ ബ്ലോക്കായി പോയി. ഫുൾ ആൾ അവനെ വളഞ്ഞിട്ട്. മസറായി ഓർഡറാ. ഡിലൈറ്റ്. ഓക്കെ ഡിലൈറ്റ് എടുത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഓടിക്കോ. ബ്രൂണോ ഫെർണാണ്ടസ്. സെസ്കോ കയറി തരുന്നുണ്ട്. സെസ്കോ സീന് ഷോട്ടൻ. ജസ്റ്റ് നല്ല സേവ് ഗോളി. കുൻഹ ടു സെസ്കോ ടു കർവ് ഷോട്ട്. സെസ്കോ ഓ ജസ്റ്റ് മിസ്. ഞാൻ ഗോളിൽ പോയത്. ഹാഫ് ടൈം ആയിരുന്നു. നമ്മളെല്ലാവരും നമ്മൾ കളിച്ചത്. നമ്മൾ RB പോകുന്ന RBയിൽ മിസ്സാന്ന്. നമുക്ക് ഡയലോഗ് കേൾക്കാം. RB അജറായി കുറച്ച് ഫോമോ കളിക്കുന്നില്ല. ഡയലോട്ട് എടുക്കടാ. ഓ കട്ട് ബാക്ക്. എടോ ചാൻസ് ഫസ്റ്റ് ഷോട്ട്. ക്ലിയർ. ഓ ടസ് സീന് സേവ്. ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓടിക്കോ. ഡോർഗുഡ് ടു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ ഓടാ ബ്ലോക്ക്. ഹെഡ് കാസമിറോ. ആരുമില്ല അവിടെ. നല്ല ചാൻസ് ആയിരുന്നു. പക്ഷേ ബ്ലോക്കായി പോകും. കുൻഹ ഓടിക്കോ. ഒരു ഗോൾ അടിക്കും. ലാസ്റ്റ് ചാൻസ്.
കൊൺഹാറ്റോ മൊറഗോ എടാ മൊറഗോ എടുക്കടാ മൊറഗോ നയിപ്പ് സോറി ഡോർഗോ ഒക്കെ കളിയതിന് 0-0 ഒക്കെ നൈസ് കളി രണ്ടാളും അടുത്ത ബൊറൂസിയ ഡോട്ട്മുണ്ട് കളി 2 ഓഫേഴ്സും ഉണ്ട്. നമുക്ക് അടുത്ത കളി ബൊറൂസിയ ഡോട്ട്മുണ്ട് കളി. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേയേഴ്സിനെ സ്വിച്ച് ചെയ്യാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയുക, കമൻസിൽ അറിയിക്കുക. ഫാർമി പുതിയ പ്ലേയേഴ്സിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കമൻസിൽ സജഷൻ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതാക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആക്കുകയാണെങ്കിൽ പറയുക, കമൻസ് പറയാം. ഓക്കെ, എന്നാലും ഓക്കെ, ബൈ.